ആ പരിക്കെന്താണെന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അത് കാരണം വെച്ചാൽ ഭാവനയിലുണ്ടായിട്ടുള്ള പരിക്കാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും നല്ലൊരു കാര്യം BJP ചെയ്യണ്ടേ? ഇന്ന് ഡൽഹിയിൽ ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൽ രണ്ട് സഭകളും മുങ്ങിപ്പോയി. പക്ഷേ അതിനു മുന്നേ തന്നെ BJPയുടെ നാടകം ആരംഭിച്ചിരുന്നു. BJPയുടെ രണ്ട് എംപിമാരെ കായികമായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആക്രമിച്ചു എന്ന് പറഞ്ഞുള്ള അവരുടെ നാടകം നടന്നിരുന്നു. രണ്ട് എംപിമാർ അവരെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ICUവിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് CPMൻ്റെ രാജ്യസഭ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത്. ആ പരിക്ക് ഉള്ളതാണോ? ആ പരിക്ക് പറ്റാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് സഭയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അമിത്ഷാ നടത്തിയ ആ പരാമർശത്തെ വ്യക്തമായിട്ട് അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി, തൻ്റെ പരാമർശം ന്യായീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അമിത്ഷാ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനെയും വ്യക്തമായിട്ട് ജോൺ ബ്രിട്ടാസ് പൊളിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സർ, ഇന്ന് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി മഗർദ്വാറിന് മുന്നിൽ നടന്ന പ്രതിഷേധം മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭരണപ്രതിപക്ഷങ്ങൾ. അതിനുശേഷം BJP അംഗങ്ങൾക്ക് 2 പേർക്ക് പരിക്കേറ്റതായുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ആ പരിക്കെന്താണെന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അത് കാരണം വെച്ചാൽ ഭാവനയിലുണ്ടായിട്ടുള്ള പരിക്കാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധി തള്ളിയെന്നോ പ്രിയങ്ക ഗാന്ധി തള്ളിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമിത്ഷാ എത്രത്തോളം ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയാണ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തതെന്നുള്ളത് ഈ ലോകം മുഴുവൻ കണ്ടതാണ്. മാത്രമല്ല അംബേദ്കറിനെ ഒരു പരിഹാസി കഥാപാത്രം പോലെയാണ് ആക്കിയത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഈ രീതിയിലല്ല 75 വർഷത്തെ സുവർണ പ്രയാണം ഭരണഘടനയുടെ കൈകാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നത് തന്നെ പാർലമെൻറ്റിനോടുള്ള അനാദരവായിരുന്നു. അതിനുശേഷം അദ്ദേഹം അമിത്ഷായുടെ ധാർഷ്ട്യവും ധിക്കാരവും സഭയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം സഭയെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് എന്തുകൊണ്ടാണ് GSTയെ നരേന്ദ്രമോദി ആദ്യം എതിർത്തിരുന്നതെന്ന് ഉള്ള ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 വർഷത്തെ നഷ്ടപരിഹാരം കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾ കൊടുക്കാമെന്നുള്ള നിബന്ധന വന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി എതിർപ്പ് മാറ്റിവെച്ചത്, അല്ലെങ്കിൽ BJP എതിർപ്പ് മാറ്റിവെച്ചതെന്നാണ്. പച്ചക്കള്ളമാണ്. അതായത് സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ കേവലം 5 വർഷം മാത്രമായിരുന്നു. ആ 5 വർഷത്തെ കോമ്പൻസേഷൻ ദീർഘിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സഭയിൽ വന്നിട്ട് പറയുകയാണ് 10 വർഷത്തെ കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകി എന്നുള്ളത്. യഥാർത്ഥത്തിൽ അംബേദ്കറിനെ പോലെ ഒരു വ്യക്തിത്വത്തെ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും അവഹേളിച്ചിട്ടില്ല. ഇപ്പോൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ തന്നെ കാൽപ്പനിക കഥയാണ്. അതായത് സമരത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ ചെയ്തതാണ് സ്വാതന്ത്ര്യ സമരമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ വേറൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു തലം ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് BR അംബേദ്കർ യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡിനെതിരെ RSS ശക്തമായി സമരം ചെയ്തുകൊണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുമതം വിട്ട് അദ്ദേഹം ബുദ്ധമതത്തിൽ പോയത്? RSS യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ ജാതീയത, ചാതുർവർണ്ണത്തെ എതിർത്തുകൊണ്ടാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നത്. അതുപോലും തമസ്കരിച്ച് അംബേദ്കർ എന്തോ അവരുടെ ആളാണ്, ഒരു അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ടാണ്. പക്ഷെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നു. അംബേദ്കറിനോടുള്ള എതിർപ്പും അമർഷവും അദ്ദേഹത്തിന്റെ അഭിസംബോധനയിൽ അറിയാതെ പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പൂച്ച പുറത്തായത്. ഇന്ന് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രസംഗം, ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിസംബോധന ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റ് പ്രസക്തമായ 1-2 വിഷയങ്ങളുണ്ട്. ഒന്ന്, നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട 2 തവണ നെഹ്റു ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. അതിനുശേഷം ഭാരതരത്നയുടെ ചരിത്രം അങ്ങേക്ക് വിശദീകരിച്ച് തരണ്ട, സ്വന്തമായി നെഹ്റു ഭാരതരത്ന എടുത്തിട്ടു, അംബേദ്കർക്ക് നൽകിയില്ല. മാത്രമല്ല ഈ പാർലമെന്റിനകത്ത് അംബേദ്കറുടെ ഒരു ചിത്രം വയ്ക്കാൻ കോൺഗ്രസിന് ഇതരമായിട്ടുള്ള സർക്കാരാണ് ദേശീയ തലത്തിൽ വരേണ്ടി വന്നു. അത് വളരെ പ്രസക്തമാണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യം. അതായത് ഓരോ ഘട്ടങ്ങളിലും ഈ ഭാരതരത്ന പലർക്കും കൊടുത്തുകൊണ്ട് പോകുന്നു. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്.
അത് ആദ്യം തന്നെ എന്താ പറയുക, ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ട് ഇന്ന ആൾക്കാർക്കൊക്കെ ഭാരതരത്ന കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നു. സ്വാഭാവികമാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കാത്ത ഒരു ഭാരതരത്ന കൊടുത്ത് നല്ലതാണെന്ന് അത് എതിർക്കുന്നുണ്ടോ? എന്തെങ്കിലും നല്ലൊരു കാര്യം BJP ചെയ്യണ്ടേ? മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടുന്ന് പൊളിച്ചോണ്ട് പോയവരാണ് ഇവർ. ഏത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ? അപ്പം ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ അവർ ആകെ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തു. അവർ ചെയ്യണ്ടേ? അത് ഞങ്ങൾ ഭാരതരത്ന കൊടുത്തു എന്ന് ഇങ്ങനെ ആവർത്തിക്കുന്നത് തന്നെ അംബേദ്കറോടുള്ള അവഹേളനം അല്ലേന്ന് ആരെങ്കിലും ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അതായത് അംബേദ്കറിനെ പോലുള്ള ആൾക്ക് ഈ പറഞ്ഞ പോലെ ഭാരതരത്ന കൊടുത്തു എന്നും പറഞ്ഞ് ഇങ്ങനെ മേനി നടിക്കേണ്ട എന്താ ആവശ്യമിരിക്കുന്നത്? കൊടുത്തു, നല്ല കാര്യം, കൊടുക്കട്ടെ, നല്ലതാണെന്ന്. യഥാർത്ഥം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം നാമകരണം ചെയ്ത ആ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ അത് അംബേദ്കർ സ്റ്റേഡിയം ആയിക്കൂടായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ സ്റ്റേഡിയം അങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾ കൂടെ ചെയ്യട്ടെ. ഈ ഭാരതരത്ന എന്നുള്ള തുടക്കമാകട്ടെ. BR അംബേദ്കറിന്റെ പേരിൽ ഒരുപാട് നാമകരണങ്ങൾ നടക്കട്ടെ. അല്ലാതെ സ്വന്തം പേരിൽ മാത്രം ചെയ്യാതെ ആരാ പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പിന്നിൽ നമോ നമോ എന്ന് ചേർത്ത് സ്റ്റേഡിയം പോലും നരേന്ദ്രമോദി സ്റ്റേഡിയം ആക്കി പോലെയുള്ള ഒരു പ്രക്രിയയിൽ വ്യാപൃതരാകാതെ എല്ലാ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും പേര് BR അംബേദ്കർ ആയിക്കോട്ടെ. അത് തടസ്സമില്ലല്ലോ. ആരും എതിർത്തോ? അത് BR അംബേദ്കറിന്റെ പേര് ഇങ്ങനെ പറയരുതെന്നാണ് യഥാർത്ഥത്തിൽ BJPക്കാർ അമിത്ഷാ പറഞ്ഞത്. ഇന്ന് രാജ്യസഭ തുടങ്ങിയപ്പോൾ തന്നെ BR അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്കാരും കൂടിയല്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ BR അംബേദ്കറുടെ പേര് അങ്ങനെ പറയരുതെന്ന്. എന്തുകൊണ്ടെന്ന് BR അംബേദ്കറുടെ പേര് പറയാതെ സ്ഥിരം ഉന്നയിക്കുന്ന ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യം എന്തുകൊണ്ടാണ് BJPക്കാർ മുഴക്കാതിരുന്നത്? BJP പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് ഇന്നലെ അമിത്ഷായുടെ പ്രസ് മീറ്റിൽ അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസും നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നെഹ്റു പരിവാറും അംബേദ്കറിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നുള്ള പദവി BR അംബേദ്കർ കൊടുത്തത് RS ആണ്. മുഖ്യ ശില്പി. ഇന്ന് BR അംബേദ്കറിനെ ലോകം അറിയപ്പെടുന്നത് ഭാരതരത്ന കൊണ്ടാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടല്ലേ, ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ടല്ലേ? അദ്ദേഹത്തിനെ നിയമമന്ത്രിയാക്കിയത് ആരാണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ഹിന്ദു കോഡ് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ RSS ഉയർത്തിയ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് നോക്ക്. ഹിന്ദു കോഡിനെതിരെ RSSന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വെളിപ്പാടകലെയുള്ള തീൻമൂർത്തി ലൈബ്രറിയിൽ ആ കാലഘട്ടത്തിലെ ഓർഗനൈസറിന്റെ പതിപ്പുകൾ പരിശോധിച്ചാൽ മതി. ആ പതിപ്പ് പരിശോധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് RSS മുഖപ്രസംഗം എഴുതിയതെന്നുള്ളത് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. അത് കൃത്യമായിട്ട് അംബേദ്കറിനെയും ഭരണഘടനയെയും തള്ളിക്കളയാണ് ചെയ്തത്. ആ ഭാഗം മുഴുവൻ ഞാൻ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചു. അതായത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വെക്കുന്നതാണ്. ഇത് ബ്രിട്ടീഷുകാരൻ്റെ തട്ടിപ്പാണ് ഈ ഭരണഘടന. ഈ ഈ വലിയ മഹാപാതകം തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകണം. ആ തിരുത്തൽ ഞങ്ങൾ ഭയന്നതുകൊണ്ടാണ് ഈ ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പോലെ ഞങ്ങൾ ഉയർത്തിയത്.